30-ൽ താഴെയുള്ള കുട്ടികൾക്കിടയിൽ ഒരു റാങ്ക് വാങ്ങുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞാൽ ശരി, ഓക്കെ, ഞാൻ പഠിക്കാം. അപ്പോൾ ആദ്യം പഠിക്കണം, അതാണ്. അപ്പോൾ ഞാൻ മെൻസ് ഹോസ്റ്റലിൽ എൻ്റെ റൂംമേറ്റ്സൊക്കെ വളരെ മിടുക്കന്മാരായതുകൊണ്ട് എനിക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ മെൻസ് ഹോസ്റ്റലിൽ നമ്മൾ ടെറസിലേക്കുള്ള വഴി അവർ ഫുൾ അടച്ചു വെച്ചേക്കായിരുന്നു, ഒരു കട്ടയൊക്കെ വെച്ചിട്ട്. ഷംസൊക്കെ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു ദിവസം രാത്രി ഞാനൊരു ഫ്രണ്ടും കൂടെ ചേർന്ന് അത് പൊളിച്ച്, എന്നിട്ട് അവിടെ ഒരു ടെറസിലേക്കൊരു വഴിയൊക്കെ ഉണ്ടാക്കി അവിടെ ഒരു ടേബിളും ചെയറും ഒരു ട്യൂബ് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് പിന്നീട് അതിനുശേഷം പലരും, എനിക്കൊന്ന് ജാസറൊക്കെ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഒരു പഠിക്കുന്ന ഏരിയയായി മാറിയത്, ആ ഒരു ഏരിയ. അപ്പോൾ ഞാൻ അവിടെ ഒരു പഠിക്കാൻ തുടങ്ങിയിട്ട് അത് പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ പഠന രീതിയിൽ നിന്ന് മാറിയിട്ടുള്ള രീതിയാണ്. കാരണം ഇപ്പം എൻ്റെ ആഗ്രഹം പഠിക്കുക എന്നുള്ളതാണ്. അതായത് എനിക്ക് റാങ്ക് വാങ്ങണം. നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അനലൈസ് ചെയ്ത് വേഗം നമ്മൾ സ്മാർട്ട് വർക്കായിരുന്നു. പക്ഷേ ഇപ്പം ഇതിന് വേണ്ടത് എനിക്ക് ഹാർഡ് വർക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു ശരി തുടങ്ങാം. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ബേസിക് ഒന്നുമില്ല. കാരണം അപ്പോൾ എനിക്ക് നേരത്തെ സെക്കൻഡ് പ്രൊഫഷനിലേക്കുള്ള ഓരോ സാധനത്തിൻ്റെ എല്ലാം എനിക്ക് ഒരു ഫണ്ടമെൻ്റൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിച്ചു. അതൊരു നല്ല രീതിയിലാണ്. രാവിലെ 4 മണിക്കൊക്കെ എണീക്കും, എന്നിട്ട് വൈകുന്നേരമൊക്കെ കോളേജ് കഴിഞ്ഞിട്ട് ഞാനിരുന്ന് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ ദിവസം ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ ഞാൻ 1 വർഷം കണ്ടിന്യൂസ് ആയിട്ടിരുന്നു. ഞാൻ തേർഡ് പ്രൊഫഷനിൽ പഠിച്ചു. അങ്ങനെ റിസൾട്ട് വന്നു. കാര്യം 1 and 2 വൈകി ഞാൻ തോറ്റു വരെ ഞാൻ തോൽപ്പിച്ചു. അപ്പോൾ കാരണം കോളേജിൽ യൂണിയനിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അറിയാൻ പറ്റും, നമുക്ക് കുറച്ച് നല്ല ബന്ധങ്ങളുണ്ടാവും ടീച്ചേഴ്സിനടുത്ത്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ ഇപ്പോഴൊന്നും ജയിപ്പിച്ചു കൊടുത്തില്ല, നീ ഒരിക്കൽ കൂടി വന്നോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനുശേഷമുള്ള 6 മാസം, അതായത് ഫൈനൽ പ്രൊഫഷൻ സപ്ലിമെൻ്ററി ആയി 6 മാസം നമ്മൾ വെറുതെ ഇരിക്കണം. നെക്സ്റ്റ് 6 മാസം കഴിഞ്ഞിട്ടേ പരീക്ഷ വരുള്ളൂ. ആ 6 മാസമാണ് ആക്ച്വലി എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. അപ്പോൾ ഞാൻ പിന്നീട് ഞാൻ നാട്ടിലേക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. കാരണം നാട്ടിലേക്ക് എത്തിയ ഉടനെ എല്ലാവരും ചോദിക്കും, നിനക്ക് കോളേജിലൊന്നും ക്ലാസ്സൊന്നുമില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ ഹോസ്റ്റലിൽ വന്നിരിക്കും. ഞാൻ എന്നിട്ട് ഫുഡ് കഴിക്കും, പിന്നെ നേരെ ഏതൊക്കെ സിനിമയുണ്ടോ അതൊക്കെ കാണും, പത്രം വായിക്കും. അപ്പോൾ പത്രം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ചരമക്കോളം വരെ വായിക്കുമായിരുന്നു. കാരണം സമയം പോകണമല്ലോ. അപ്പോൾ ആ ഇടയ്ക്കാണ് ആ വർഷത്തെ സിവിൽ സർവീസിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള നെക്സ്റ്റ് സൺഡേ സപ്ലിമെൻറ്റിൽ നമ്മളുടെ പ്രശാന്ത് IAS പ്രശാന്ത് സാറിൻ്റെ ഒരു വലിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഒരു ഫുൾ പേജ് ഇൻ്റർവ്യൂ. അപ്പോൾ അതിൽ കൊടുത്തിരുന്ന ഒരു പോയിന്റ് ഞാൻ വായിച്ചു വന്നപ്പോൾ അതിൽ പറഞ്ഞേക്കുന്ന, നിങ്ങൾക്ക് സിവിൽ സർവീസ് നേടണമെങ്കിൽ നിങ്ങൾക്കൊരു കഴിവ് വേണം. അതായത് ഒരു വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് 8 മുതൽ 10 മണിക്കൂർ വരെ പഠിക്കാനുള്ള ഒരു കഴിവ് വേണം. അന്നേരമാണ് ഞാൻ ഞെട്ടുന്നത്. ഞാനിപ്പോൾ 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് 8 മുതൽ 10 മണിക്കൂർ വരെ പഠിച്ചു. അപ്പം ഞാൻ ആയുർവേദത്തിന് തോറ്റിരിക്കുക. പക്ഷേ അതേസമയം പ്രശാന്ത് 1 വർഷം പഠിച്ചപ്പോഴത്തേക്കും സിവിൽ സർവീസ് കിട്ടി. അങ്ങനെ അപ്പോൾ ആ ഇൻ്റർവ്യൂ ആണ് വാസ്തവത്തിൽ എൻ്റെ ടേണിംഗ് പോയിന്റ്. ഞാനപ്പം സിവിൽ സർവീസിനെ കുറിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ എന്നിട്ട് പിന്നീട് ഞാൻ നേരെ ചെയ്തത്, നമ്മൾ കമ്പ്യൂട്ടർ ലാബുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും പോയി അത് ഓർക്കൂട്ട്, അന്ന് ഫേസ്ബുക്കിലായിരുന്നു, അത് ഓർക്കൂട്ടായിരുന്നു. അപ്പോൾ ഓർക്കൂട്ടിൽ ID എടുക്കാനും അതിനുള്ള കാര്യങ്ങൾ, അതായത് വെറുതെ ഇങ്ങനെ ഓരോ ആൾക്കാരെ കമ്പനിയാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഞാൻ നേരെ പോയി ഒരു മെയിൽ ID ഉണ്ടാക്കി. എന്നിട്ട് പ്രശ്ന സാറിന് ഞാനൊരു മെയിൽ അയച്ചു. ഒരു 4 കാര്യങ്ങൾ. എന്താണ് സിവിൽ സർവീസ്, എന്തൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾ പഠിച്ചത്, എവിടെയാണ് കോച്ചിങ് ചെയ്തത്, അങ്ങനെ ഒരു 4 കാര്യങ്ങൾ മാത്രം, ജസ്റ്റ് ഒരു 4 ലൈൻ ഒരു മെയിൽ അയച്ചു. ഞാൻ വിചാരിച്ചു സാറേ തിരിച്ച് മറുപടി ഒന്നും അയക്കില്ലായിരുന്നു. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് 2ാമത്തെ ദിവസം എനിക്കൊരു 3 പേജ് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെയാണ് ഞാൻ പഠിച്ചത്, നീ കോച്ചിങ്ങിന് വേണമെങ്കിൽ നീ ട്രിവാൻഡ്രത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല രീതിയിൽ ഒരു റിപ്ലൈ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും അടുത്ത ഓക്കെ ഇങ്ങനെയാണല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വീണ്ടും ആ ഒരു 6 മാസം ഫുള്ള് റിസർച്ചായിരുന്നു. എങ്ങനെ എന്തൊക്കെയാണ് ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള. കാരണം അതിൽ മെയിനായിട്ട് പറയുന്നത് നമ്മൾ പണ്ടുള്ള ധാരണയാണ്, സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മളൊരു 6ാം ക്ലാസ് മുതൽ അതിനുള്ള ഒരു റൂട്ടിലേക്ക് വരണം. അത് വരുന്നത് നല്ലതാണ്. കാരണം നമുക്കൊരു നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ടാവും. പിന്നെ നമ്മൾ നോട്ട്സും നമുക്ക് പഠിക്കാനുള്ള, നമുക്ക് നേരത്തെ തന്നെ പഠിക്കുന്നതല്ലേ, നമ്മൾ പറയുമല്ലോ ക്യാച്ച് ദ മെയർലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ആ ഒരു റൂട്ടിലേക്ക് വരുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ, കാരണം എനിക്ക് വയസ്സും ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ. കാരണം സിവിൽ സർവീസ് ഇപ്പം എന്താണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. അപ്പോൾ നോർമലി നമ്മളിപ്പോൾ കേൾക്കുന്നത്
IAS, IPS, IFS, ഇപ്പോൾ IRS കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതല്ലാണ്ട് 26ഓളം സർവീസുകളുണ്ട്. അപ്പോൾ അതിലുള്ള എല്ലാ ഗ്രൂപ്പ് എയിലേക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ് സിവിൽ സർവീസ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് നടത്തുന്നത്. അപ്പോൾ അതിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു പോലീസിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇൻസ്പെക്ടറായിട്ട് കയറുന്ന ഒരാൾ, അയാളുടെ റിട്ടയർ ആവാൻ വരുമ്പോഴായിരിക്കും ഒരു സൂപ്രണ്ട് ഓഫ് പോലീസ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ എന്നുള്ള റാങ്ക്. IIT, IIM, ബിറ്റ്സ് പിലാനി അല്ലെങ്കിൽ എയിംസ്, അങ്ങനെ ഒരുപാട് വലിയ വലിയ മേഖലകളിലൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ആയുർവേദം കൊണ്ട് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ഞാൻ പക്ഷേ എൻ്റെ വീക്ക് പോയിന്റ്സും എൻ്റെ സ്ട്രോങ് പോയിന്റ്സും ഞാനൊരു നോട്ടിൽ എഴുതി. എന്തൊക്കെയാണ് എനിക്കുള്ള സ്ട്രോങ് പോയിന്റ്സ്, എൻ്റെ വീക്ക് പോയിന്റ്സ്, അങ്ങനെ എഴുതി വന്നപ്പോൾ ഞാൻ അതിൽ ഒരു 2-3 ഇൻ്റർവ്യൂ ഈ ഫിസിക്കലി ചലഞ്ചിലായിട്ടുള്ള ആൾക്കാർക്ക് സിവിൽ സർവീസ് കിട്ടിയതിനെ പറ്റി കണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ അവർക്ക് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ എന്തായാലും ശ്രമിച്ചാൽ കിട്ടും എന്നുള്ള എനിക്കൊരു ഉറപ്പായി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ശരി, ഇനി അടുത്തത് നമുക്ക് വേണ്ടുന്ന സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറയാം. അപ്പോൾ കാരണം അന്ന് 2 ഓപ്ഷണൽ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ആയുർവേദം ആ ലിസ്റ്റിലില്ല. ഒരുപാട് സബ്ജക്ട്സ് ഉണ്ടെങ്കിലും ആയുർവേദം ഇല്ല. അപ്പോൾ എനിക്ക് മെഡിക്കൽ സയൻസ് എടുക്കാൻ പറ്റില്ല. കാരണം MBBS പാസ്സായവർ പോലും മെഡിക്കൽ സബ്ജക്റ്റ് ഒരു ഓപ്ഷനായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ എന്താണ് സ്ട്രോങ് പോയിന്റ് നോക്കുമ്പോൾ ഞാൻ നന്നായിട്ട് വരയ്ക്കും, ചിത്രം വരയ്ക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ, കാരണം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഈ ക്ലാസ്സിലൊക്കെ നല്ല മാർക്കൊക്കെ കിട്ടുന്ന കുട്ടികൾക്ക് ഒരു 3 പേജൊക്കെ എഴുതുന്നത് ഞാനൊരൊറ്റ ചിത്രം വരച്ച് അതിൽ അടയാളപ്പെടുത്തി വെച്ച് എനിക്ക് ആ ഒരു അത്രയും മാർക്ക് കിട്ടിയില്ലെങ്കിലും അതിലിപ്പോൾ അവർക്ക് 10 മാർക്ക് കിട്ടിയാൽ 9 മാർക്ക് കിട്ടും. പക്ഷേ അപ്പോൾ ഞാൻ ആ ഒരു പേജ് കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അതെന്താണ് അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് സുവോളജി അല്ലെങ്കിൽ ബോട്ടണി. അപ്പോൾ അതിലാണ് ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ബോട്ടണി, ആയുർവേദം പഠിച്ച ഒരാൾക്ക് ബോട്ടണി വളരെ അടുത്ത് നിൽക്കുന്നതാണ്. കാരണം നമ്മൾ ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. പക്ഷേ എന്നാലും എനിക്ക് ഞാൻ സുവോളജിയിലേക്ക് പോയി. കാരണം ഞാൻ നോക്കുമ്പോൾ അതിലാണ് കൂടുതൽ സാധ്യതയുള്ളത്. ബോട്ടണിയിൽ കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കാനുള്ളത്. അപ്പോൾ സുവോളജി ഞാൻ സിലബസ് എല്ലാം നോക്കുമ്പോഴത്തേക്ക് അതിന് എനിക്ക് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാനുണ്ട്. അപ്പം ഞാൻ സുവോളജി ഒരു ഓപ്ഷൻ എടുത്തു. പിന്നെ 2ാമത്തെ ഓപ്ഷൻ എടുത്തത്, ഞാൻ ആയുർവേദം 5 വർഷം പഠിച്ചത് മലയാളത്തിലാണ്. നമ്മൾ എഴുതിയതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമുക്ക് മലയാളത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ മലയാളമായിട്ട് ഒരു ടച്ച് ഉള്ളതുകൊണ്ട് ഒരു മലയാളം ലിറ്ററേച്ചർ ഉണ്ട് 2ാമത്തെ ഓപ്ഷൻ. പക്ഷേ പിന്നെ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഈ സിലബസ് മലയാളത്തിലുണ്ട്, മെയിൻ ടീച്ചർ ഉണ്ടായിരുന്നു. വേഗം തന്നെ ഒരു 3 മാസം ഉണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് സിലബസ് പഠിപ്പിച്ചു തരണം. അങ്ങനെയുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ സുവോളജിക്ക് അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോഴാണ് ഡൽഹിയിൽ ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു 3 മാസം കൊണ്ട് അവർ സുവോളജി കംപ്ലീറ്റ് പഠിപ്പിച്ചിരുന്നു. കാരണം നമുക്കൊരു BSc-ൻ്റെ MSc-ൻ്റെ ലെവലിലുള്ള അതിനിടയ്ക്കുള്ള ഒരു ലെവലിലുള്ള അത്രയും നമുക്കൊരു ഗ്രാസ്പ് വേണം സബ്ജക്റ്റിൽ. അപ്പോൾ അവർ നേരെ ഞാൻ എവല്യൂഷനിലേക്ക് പോയി, ഡൽഹിയിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് ഒരു 3 മാസം കൊണ്ട് ഇത് പഠിപ്പിച്ചു. പക്ഷേ ഞാനപ്പോൾ 2008 ഞാൻ പാസ് ഔട്ട് ആവുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് 2009, 2010, 2011, 2012 അതായത് ഈ 4 വർഷത്തെ എനിക്ക് ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എഴുതിയില്ലെങ്കിലും എനിക്ക് 4 ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ ശരി 2009 ഞാൻ അറ്റംപ്റ്റ് നടത്താൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ സുവോളജി സബ്ജക്റ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ ഡൽഹിയിലൊന്നും പോയിട്ടില്ല. അങ്ങനെ ഞാൻ എഴുതി, പക്ഷേ പ്രിലിംസ് ഒന്നും പാസ്സായില്ല. എന്നിട്ട് ഞാൻ 2ാമത് ഡൽഹിക്ക് പോയി. അവിടെ നിന്ന് പഠിച്ച് ഈ പറഞ്ഞ ഈ കോഴ്സ്, അതായത് അവരുടെ മെയിൻസ് ബാച്ചാണത്. ആ ബാച്ചിൽ പോയി അതൊരു മെയിൻസ് ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ 3 മാസം കൊണ്ട് കംപ്ലീറ്റ് പഠിച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും നെക്സ്റ്റ് പ്രിലിംസ്, കാരണം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇപ്പോൾ നമുക്ക് പ്രിലിംസ് കിട്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അടുത്ത ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തി. ഒരു മാസം കൊണ്ട് പ്രിലിംസ് വന്നു. അപ്പോൾ അങ്ങനെ അതും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഉള്ള 2011 ആയപ്പോഴത്തേക്കും UPSC സിലബസ് മാറ്റി. ഞാൻ സുവോളജിയൊക്കെ പഠിച്ചു വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു ജനറൽ സ്റ്റഡി, അതായത് നേരത്തെ ഉള്ള പ്രിലിമിനറിയിൽ നമുക്ക് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റും ഒരു ജനറൽ സ്റ്റഡീസിൻ്റെ സബ്ജക്റ്റുമായിരുന്നു. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ അത് മാറ്റിയിട്ട് അവർ ജനറൽ സ്റ്റഡീസും ഒരു സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് CSAT അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അതിൽ ശരിക്കും CSAT ഇന്ന് ക്വാളിഫൈങ് ആണ്. ജസ്റ്റ് അതിനൊരു കട്ട് ഓഫ് മാർക്ക് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ CSAT-ൽ ജയിക്കുന്ന ആൾക്കാരെ അവർ ജനറൽ സ്റ്റഡീസ് പേപ്പർ കൂടെ നോക്കിയിട്ട് പ്രിലിംസിന് സെലക്ട് ചെയ്യും. പക്ഷേ അന്ന് അത് ഇതല്ലായിരുന്നു, ക്വാളിഫൈങ് അല്ലായിരുന്നു. അന്ന് അതിൻ്റെ മാർക്കും കൂട്ടുമായിരുന്നു. അത് കാരണം 2011 ഒരുപാട് എൻജിനീയേഴ്സ് അതിലുണ്ട്. കാരണം അവർക്ക് മാത്സ് അവർക്ക് ഭയങ്കര എളുപ്പമുള്ളതുകൊണ്ട് അതുവഴി ഒരുപാട് പേർ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന്
പെട്ടെന്ന് സിലബസൊക്കെ മാറിയുണ്ട് എനിക്കൊരു എവിടെ ചേരണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു നമുക്ക് ടൈമിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാനൊന്നും ചേർന്നില്ലായിരുന്നു. അതിനുശേഷം ആ വർഷം കിട്ടിയില്ല. പക്ഷേ നെക്സ്റ്റ് എൻ്റെ ലാസ്റ്റ് ചാൻസാണ് 2012. പക്ഷെ അന്ന് ഈ സിലബസ് പരിഷ്കരണം അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് UPSC ഒരു എക്സ്ട്രാ 2 ചാൻസ് കൂടെ എല്ലാവർക്കും വെച്ചു. അതായത് അപ്പോൾ എനിക്ക് ഇനി 2 ചാൻസ് കൂടെ ഉണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരു ചാൻസിൽ എന്തായാലും എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ടൈമിൽ ജോയിൻ ചെയ്തിട്ട് വേണ്ടത്. അപ്പോൾ ടൈമിൽ അവർ നല്ല രീതിയിൽ കോച്ചിങ്ങൊക്കെ ചെയ്തു. പിന്നെ അതിൽ ആ ഒരു വർഷം 2012 എക്സാമിൽ പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി. അങ്ങനെ 2012 489ാമത്തെ റാങ്കായിരുന്നു. അപ്പോൾ IRS. അപ്പോൾ ഇതിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഞാനിപ്പോൾ എൻ്റെ സ്ട്രോങ് ഏരിയ എന്താണെന്നുള്ളത് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നു. എന്താണ് എനിക്ക് എൻ്റെ കഴിവ് എന്താണ് അത് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും, അതായത് നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ എന്തെങ്കിലും കഴിവുണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ സോളജി സെലക്ട് ചെയ്ത സോളജിയിൽ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഓൾ ഇന്ത്യ ടോപ്പറായിരുന്നു ഇതിൽ സോളജി UPSCയിൽ. അത് ശരിക്കും എവല്യൂഷനിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ തീരുമാനം കറക്റ്റായിരുന്നു എന്നുള്ളതായിരുന്നു അവരും പറഞ്ഞത്. അതായത് അവർ പഠിപ്പിക്കുന്നതും ഒരു ചിത്രങ്ങൾ വരച്ചിട്ടാണ്. അപ്പോൾ അതിൽ എക്സാമിന് നമുക്കൊരു ട്രെയിനിങ് തന്നെയുണ്ട്. നമ്മൾ ലെഫ്റ്റ് കയ്യിൽ ഒരു 3 സ്കെച്ചുകൾ, ചുമപ്പ്, പച്ച, നീല, അത് നമ്മളിങ്ങനെ പിടിക്കണം. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ചെറുതായി വരച്ച് അങ്ങ് അടയാളപ്പെടുത്തി വെക്കുക. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്തു. എന്നിട്ട് അപ്പോൾ എൻ്റെ കൂടെ അന്ന് ഒരു അവിനാഷ് മേനോൻ രാജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ കർണാടക ആയിട്ടുള്ള IAS ആണ്, 30th റാങ്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അവിനാഷിന് അത്ര ചിത്രം വരയ്ക്കാൻ അറിയില്ല. അപ്പോൾ അവിനാഷ് ചെയ്ത് ഇങ്ങനെ ഈ ചിത്രം വരയ്ക്കുക എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കും. പക്ഷെ നോക്കുമ്പോൾ ഞാനിങ്ങനെ ഫാസ്റ്റായിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി നമ്മളെ മെയിൻസ് എക്സാമിനും എൻ്റെ തൊട്ട് ഇപ്പുറത്തെ ബെഞ്ചിലായിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഷീറ്റിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. അതായത് ആ പ്രോപ്പർ സ്പേസ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് ഒരു 2 പേജ് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ, അങ്ങനെ ആ രീതിയിലാണ് ഇപ്പോൾ പ്രിൻറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നു. സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കൊരു ആൻസർ ഷീറ്റ് ഒരു കെട്ട് നമുക്ക് തരും, നമുക്ക് ഇഷ്ടമുള്ള അത്രയും പേപ്പറിൽ എഴുതാം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു, ഞാനൊരു 50ഓളം ചിത്രങ്ങൾ വരച്ചു. അത്രയും സമയം കൊണ്ട്, 3 മണിക്കൂർ സമയം കൊണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ അവിനാഷ് എനിക്ക് പറഞ്ഞത് അത് പുള്ളി ശ്രദ്ധിച്ചില്ലായിരുന്നു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് പുള്ളി നോക്കുമ്പോഴത്തേക്കാണ് ഞാൻ നോക്കുമ്പോൾ അവിടെ ഉള്ള ഇൻവിജിലേറ്റേഴ്സ് എല്ലാവരും എൻ്റെ പുറത്താണ് നിൽക്കുന്നത്. കാരണം അവർ ഇങ്ങനെ പേപ്പർ തന്നുകൊണ്ടിരിക്കുക, ഞാൻ ഇങ്ങനെ വരച്ച്. അപ്പോൾ അതിലുള്ള 2 ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർ 2 പേരും എൻ്റെ ചുറ്റും നിൽക്കുക. എന്നിട്ട് അവിനാഷ് കുറച്ചേരം പേരൊക്കെ മടക്കി വെച്ച് എന്നെ ഇങ്ങനെ നോക്കി, ഇതൊന്നും ചെയ്തെന്നുള്ള രീതിയിൽ. അപ്പം ഞാനിങ്ങനെ വരച്ചു. പക്ഷേ അത് നല്ലൊരു ഇതായിരുന്നു. കാരണം എനിക്ക് ഇതിൽ സോളജിയിൽ ആ സബ്ജക്റ്റിൽ ഓൾ ഇന്ത്യ ടോപ്പറായിരുന്നു. പക്ഷേ ടോട്ടൽ, അതായത് ആ മെയിൻസിൻ്റെ റാങ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾ ഇന്ത്യ ലെവൽ 17 ആയിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ നമ്മളെ ലിസ്റ്റിലേക്കും ഏറ്റവും ലീസ്റ്റ് മാർക്കായിരുന്നു എനിക്ക്, 300-ൽ 90 മാർക്സ്. അപ്പോൾ അങ്ങനെ ഫൈനൽ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് എനിക്ക് 489 ആയി. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കഥ ഞാൻ പറയുന്നില്ല, അതൊരു വലിയ കഥയാണ്. ഒരു 6 മാസക്കാലം. അപ്പോൾ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നത് എന്നെ വൈവിധ്യ തോൽപ്പിച്ച 2 അധ്യാപകരാണ്. കാരണം അവർ കാരണമാണ് ഞാനിപ്പോൾ സിവിൽ സർവീസിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ വാശിയോട് കാണുക, നമ്മളുടെ എന്താണോ അവസരങ്ങൾ കിട്ടുന്നത് ചിലപ്പോൾ ആ സമയത്തായിരിക്കും നമ്മളതിനെ കാണുക. അതിന് മുന്നേ അങ്ങനെ സിവിൽ സർവീസ് ഉണ്ട്. ഇതുപോലെ ഞാൻ പത്രം അങ്ങനെ വായിക്കില്ലായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇൻ്റർവ്യൂകൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഇൻ്റർവ്യൂ ആണ്, ആ ഇൻ്റർവ്യൂവിൽ ഞാൻ അത്രയ്ക്ക് സീരിയസ് ആണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആ ഇൻ്റർവ്യൂ ഒരു 5 തവണയെങ്കിലും വായിച്ചിട്ടുണ്ട്, പ്രശാന്ത് സാറിൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ അതിൽ ആ ഒരു വാക്കാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ചിലപ്പോൾ അതായിരിക്കും നമ്മളുടെ സ്പാർക്ക്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത്, അതായത് പാരമ്പര്യ വൈദ്യന്മാരും ഒരുപാട് കളന്നിറങ്ങുന്ന സമയത്ത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ പിന്നേക്ക് ഒരുപാട് വർക്കുണ്ട്. നമ്മുടെ പണ്ടത്തെ ആയുർവേദ കോളേജിൻ്റെ ചരിത്രത്തിൽ തന്നെ നമ്മൾ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനിയും ഇപ്പോൾ വീണ്ടും പോരാട്ടത്തിനുള്ള സമയമാണ്. എനിക്ക് പിന്നീട് ആയുർവേദം പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചാൽ അതിന് പലതും, കാരണം ഞാൻ ഡീറ്റെയിലായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് നേരത്തെ ഞാൻ 2 രീതിയിൽ പഠിച്ചതുകൊണ്ടാണ് അതും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. കാരണം ഞാൻ അനലൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, മൊത്തം ഒരു റാങ്കിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിവിൽ സർവീസിന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തത് ഈ സ്മാർട്ട് വർക്കായിരുന്നു. കാരണം ഏതാണ് ഏരിയ വേണ്ടുന്നത് ആ ഏരിയ സെലക്ട് ചെയ്ത് അത് ആദ്യമേ പഠിച്ചു തീർത്ത് അതിനുള്ള നോട്ട് തയ്യാറാക്കി വെച്ച് നമ്മൾ റെഡിയാക്കി വെച്ചു. അങ്ങനെയാണ് ഞാൻ ഈ 4 വർഷവും ഞാൻ പഠിച്ചത്. അതായത് ഫസ്റ്റ് ചാൻസിൽ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ മെയിൻസിന് റെഡിയായിരുന്നു.
എനിക്ക് പ്രിലിംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ മെയിൻസ് എന്തായാലും കയറി പോകുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, അന്ന് ഞാൻ പഠിക്കുമ്പോൾ ആയുർവേദത്തിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിലുള്ള പകുതിയോളം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരുന്നു. കാരണം പല ഹിസ്റ്ററിയും പിന്നെ പണ്ടത്തെ കുറേ സാധനങ്ങളും സർജറി അങ്ങനെയൊക്കെ ഒരിക്കലും അന്നത്തെ ചികിത്സാ രീതിയല്ല ഇന്നത്തെ ചികിത്സ. അപ്പോൾ ഈ അന്നത്തെ അസുഖങ്ങളും അല്ല ഇന്നത്തെ അസുഖങ്ങൾ. അപ്പോൾ മെയിനായിട്ടും നമ്മളെ മെഡിക്കൽ ഫീൽഡ്, നമ്മളുടെ മോഡേൺ മെഡിസിനിൽ അവർക്ക് എല്ലാത്തിനും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. എന്ത് സാധനം ഉണ്ടെങ്കിലും അവർ ഇന്ന കാരണം കൊണ്ടാണ് ഈ അസുഖം വരുന്നത്, അല്ലെങ്കിൽ ഈ അസുഖം മാറിയത്. അതിൽ എവിടെയാണ് നമ്മളെ ബോഡിയിൽ ഏത് പാർട്ടിനാണ് അഫക്റ്റ് ചെയ്യുന്നത്, അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകും. പക്ഷെ നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട്, അത് മാറുന്നുണ്ട്. പക്ഷെ നമുക്കത് പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ്. നമ്മൾ പറയും വാദം വിത്തം കോപിച്ചുകൊണ്ടാണ്, അതിനെ ബാലൻസ് ചെയ്താൽ ശരിയാകും. പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാവുന്നില്ല, അത് അവർക്ക് ആ കൺസെപ്റ്റ് പിടികിട്ടുന്നില്ല. ഇപ്പോൾ നമുക്ക് ചൈനീസ് മെഡിസിൻ ഉണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പേര് ചൈനീസ് മെഡിസിൻ്റെ ഇതിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അതുപോലെ റിസർച്ച് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ആ ഒരു റിസർച്ച്, ഒരുപാട് റിസർച്ച് പണ്ടത്തെ പോലെയല്ല. ഞാനിപ്പം പഠിച്ചിറങ്ങിയ സമയത്ത് ഇത്ര പോലെ റിസർച്ച് ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേര് റിസർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും അത് പോരാ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് നമ്മളുടെ രീതിയിൽ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പാരമ്പര്യ വൈദ്യന്മാർ ചെയ്യുന്നത്, അതായത് എല്ലാ ആൾക്കാരും വ്യാജന്മാരെന്നേ പറയുന്നില്ല. കാരണം പാരമ്പര്യ വൈദ്യം തന്നെ ഒരു നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പാരമ്പര്യമായി പഠിച്ചു വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ കാണുന്ന ആൾക്കാരെല്ലാവരും നമ്മളുടെ മരുന്നുകൾ, അപ്പോൾ ഞാനിപ്പം ഇന്നലെ വെറുതെ ഇന്ന് എന്തെങ്കിലും സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആയുർവേദത്തിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ കാണാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കഴിക്കുക. അപ്പോൾ ഓരോ ആൾക്കാർ, ഒരു ഡിഗ്രി ഇല്ലാത്ത ആൾക്കാർ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് അതിൽ കാണുന്നത് മൊത്തം. എന്നിട്ട് ആ വീഡിയോസിനൊക്കെ ലാക്സ് ഓഫ് വ്യൂസ് ആണുള്ളത്. അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മളൊരു നല്ല രീതിയിൽ ഒരു റിസർച്ചാണ്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ സിസ്റ്റത്തിൽ റിസർച്ചിൻ്റെ ഒരു അഭാവമുണ്ട്. അപ്പോൾ അത് നമ്മുടെ അസോസിയേഷന് അത് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. എന്തായാലും എല്ലാ ഭാവങ്ങളും തരുന്നു. ജയ് ഹിന്ദ്.